ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവരെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ ഒരു ചെറിയ വാക്യത്തിൽ നിന്നും ഇന്നത്തെ ചിന്തയായി എനിക്ക് പറയാനായിട്ടുള്ളത്, ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളെ ദൈവം പേഴ്സണലായിട്ട് സ്നേഹിക്കുന്നു. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നത് ആ വാക്യത്തിൽ തന്നെയുണ്ട്. നമുക്ക് വേണ്ടി അവൻ തൻ്റെ മകനെ നമുക്ക് വേണ്ടി നൽകി. എന്തിനു വേണ്ടിയാണ് മകനെ നൽകിയത്? നമ്മൾ നശിച്ചു പോകാതിരിപ്പാൻ, നമുക്ക് നിത്യജീവൻ ലഭിപ്പാൻ. ഇത് ദൈവത്തിൻ്റെ വെറും വാക്കല്ല, നമുക്ക് ദൈവം നൽകിയ ഒരു പ്രോമിസാണ്. ഇത് വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതം മാറും. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഇനി നാളെ മറ്റൊരു ചിന്തയുമായി കാണാം. ബൈ.